ഒരൊറ്റ ദിവസം കൊണ്ട് ഒലിച്ചുപോയത് ഒരു ഗ്രാമം. മലയാളികളുടെ ഹൃദയം തകർന്ന മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരാണ്ട് പിന്നിട്ട് നിൽക്കുമ്പോൾ ഇതാ ഉത്തരാഖണ്ഡിലെ ദരാലി ഗ്രാമത്തെ ഒലിച്ചുകൊണ്ടുപോയ ആ മഹാദുരന്തം. ഇന്നലെ ഉച്ചയ്ക്ക് 2:00-ഓടെയാണ് മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഉത്തരാഖണ്ഡിലെ ദരാലി ഗ്രാമം ഒലിച്ചുപോയത്. ഗംഗോത്രി തീർത്ഥാടന പാതയിലെ പ്രധാന ഗ്രാമമായ ദരാലിയെ പൂർണ്ണമായും തകർത്തത് മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലുമാണ്. സ്ഥിരീകരിച്ചത് 4 മരണം, 10 സൈനികരടക്കം 100ഓളം പേരെ കാണാതായി. തിരച്ചിൽ തുടരുന്നു. വിനോദസഞ്ചാരികളടക്കം ഒട്ടേറെ പേർ കുടുങ്ങി. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഗംഗോത്രി യാത്രയ്ക്കിടെ വിശ്രമിക്കാൻ നിർത്തുന്ന സ്ഥലമാണിത്. മലയിൽ നിന്ന് വലിയ ശബ്ദത്തോടെ പ്രളയജലവും മണ്ണും കുത്തിയൊഴുകി. ഗ്രാമത്തിന്റെ പകുതിയും തുടച്ചു നീക്കപ്പെട്ടു. നമസ്കാരം, ICJ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാരോൺ. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പാലേക്കരയിൽ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. ഛത്തീസ്ഗഡിൽ മലയാളി മാധ്യമ പ്രവർത്തകർക്ക് നേരെ മർദ്ദനം. കോട്ടയം പാലായിൽ വാഹനാപകടം, 2 പേർക്ക് ദാരുണാന്ത്യം. ഗസയിൽ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്കെന്ന് സൂചന. വാർത്തകൾ വിശദമായി. ഗതാഗതക്കുരുക്ക് പരിഹരിക്കൂ, എന്നിട്ട് മതി പിരിവെന്ന് ഹൈക്കോടതി. കൊച്ചി പാലിയക്കര ടോൾ പാസയിൽ ടോൾ പിരിക്കുന്നത് 4 ആഴ്ചത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുസ്താഖ്, ഹരിശങ്കർ, V. മേനോൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഛത്തീസ്ഗഡിലും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മലയാളി മാധ്യമ പ്രവർത്തകർക്ക് നേരെ മർദ്ദനം. വിവരങ്ങളുമായി അമല ചേരുന്നു. അമല, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഷാരോൺ, കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ എത്തിയവർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടിട്ടായിരുന്നു ആക്രമണം. ദുർഗിലെ ജയിലിലും വിശ്വദീപ് മഠത്തിലും മുന്നിൽ വെച്ചാണ് ബജറംഗ് ദളുകാർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത്. 4 മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലെത്തിയ സംഘവും ബജറംഗ് ദൾ അനുകൂലികളായ പ്രാദേശിക മാധ്യമപ്രവർത്തകരും ചേർന്നാണ് മലയാളി മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചത്. സന്തോഷ് കുമാർ MP ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് തടഞ്ഞുവെച്ച് മാധ്യമപ്രവർത്തകരെ മോചിപ്പിച്ചത്. ഇതാണ് ഷാരോൺ ഇവിടുത്തെ വിവരങ്ങൾ. ശരി, അമലയാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം പാലായിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറുകൾ ഇടിച്ചു തെറിപ്പിച്ചു. 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. അപകടത്തിൽപ്പെട്ട സ്കൂട്ടറുകളിൽ അമ്മയോടൊപ്പം സ്കൂളിൽ പോവുകയായിരുന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പാലാ തൊടുപുഴ റൂട്ടിൽ മുണ്ടാങ്കൽ പള്ളിക്ക് സമീപം ഇന്നലെയായിരുന്നു അപകടം. ധന്യ, സന്തോഷ്, ജോമോൾ, സുനിൽ എന്നിവരാണ് മരണപ്പെട്ടത്. ഗാസയിലെ ഇസ്രയേൽ നടപടികൾ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്കെന്ന് സൂചന. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രയേൽ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ കൂടുതൽ സൈനിക നടപടികളുമായി ഇസ്രായേൽ. നീണ്ടുപോകുന്ന യുദ്ധം രാജ്യത്തിന്റെ സുരക്ഷ നഷ്ടമാകുന്ന തലത്തിലേക്കാണ് പോകുന്നതെന്ന് മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ വ്യക്തമാക്കി. കത്തിക്കയറി സ്വർണ്ണവില ഒറ്റയടിക്ക് കൂടിയത് 640 രൂപ. ചരിത്രത്തിലേക്ക് 10 രൂപയുടെ ദൂരം. സ്വർണ്ണവില വീണ്ടും 75,000 രൂപയിലേക്ക്. ഗ്രാമിന് 80 രൂപയും പവന് 640 രൂപയുമാണ് വർദ്ധിച്ചത്. അണുബോംബ് ഇല്ലാതാക്കിയ ജീവചരിത്രങ്ങൾ. ഒരിക്കലും മറക്കാനാകാത്ത ഓഗസ്റ്റ് 6. ഞങ്ങളുടെ പ്രതിനിധി തസ്നി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1945-ലെ ഓഗസ്റ്റ് 6 ഒരു പതിറ്റാണ്ടുകൾക്കിടയിലേക്കും മനുഷ്യ ചരിത്രത്തിലേക്കും മറക്കാനാകാത്ത ദുഃഖപുസ്തകമായി എഴുതപ്പെട്ട ദിനം. ഹിരോഷിമയിൽ അണുബോംബ് വീണപ്പോൾ മനുഷ്യർ നിലവിളിച്ചു, ലോകം വിറച്ചു. അമേരിക്കയുടെ അണുബോംബ് ലിറ്റിൽ ബോയ് ജപ്പാനിലെ ഹിരോഷിമയിൽ വർഷിച്ച ദിനം ഇന്നേക്ക് 80 വർഷം പിന്നിട്ടിരിക്കുന്നു. ലോകമാകെയുള്ള മനുഷ്യഹൃദയങ്ങളിലും ഒരു അപേക്ഷ മാത്രം: മറ്റൊരു ഹിരോഷിമയുണ്ടാകരുത്. ഈ ദിനം ഓർമ്മയാകട്ടെ, പാഠമാകട്ടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലേക്കരയിൽ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. ഛത്തീസ്ഗഡിൽ മലയാളി മാധ്യമ പ്രവർത്തകർക്ക് നേരെ മർദ്ദനം. കോട്ടയം പാലായിൽ വാഹനാപകടം, 2 പേർക്ക് ദാരുണാന്ത്യം. ഗസയിൽ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്കെന്ന് സൂചന. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.